അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി നെയ്ച്ചോറും സോസ് ചിക്കനും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്പട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വല്ലുള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഇതൊന്നൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-8 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു പാത്രത്തിൽ 3 പാത്രം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനൊരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ചെറിയ പട്ട 2-3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 അല്ലി ബിരിയാണി കൈതയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബിരിയാണി കൈത നെയ്ച്ചോറിക്ക് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് കഴുകി വെച്ച അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ചേർത്ത് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അരി കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ കേട്ടോ, ഒന്നും കൂടെ വേവാണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു കനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ സോസ് ചിക്കൻ ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മസാല തേച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് എണ്ണൊന്നും വേണ്ട ഇതിന്. അപ്പോൾ ഇതേപോലെ ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് നമുക്കൊരു 2 ക്യാപ്സിക്കോ ഒരു വെല്ലുള്ളിയും സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ചിക്കനിലോട്ട് നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കണില്ല. സാധാ നമ്മൾ ചിക്കൻ പൊരിക്കുന്ന മസാലകൾ തന്നെ. ചിക്കൻ മസാല, പെരിഞ്ചീരകപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മസാലകൾ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സോസും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സോസ് ചിക്കൻ റെഡി ആയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് സോസ് ചിക്കനും നെയ്ച്ചോറും. ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വിരുന്ന് വന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ടേസ്റ്റിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്ച്ചോറിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് വാട്ടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഉള്ളിയും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു നെയ്ച്ചോറും സോസ് ചിക്കനും ഇവിടെ റെഡി ആയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.